നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. വാക്യശുദ്ധി എന്ന വിഭാഗത്തിലെ ചില ചോദ്യങ്ങളാണിന്ന് പരിചയപ്പെടുത്തുന്നത്. മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും 1ഉം 2ഉം മാർക്ക് വരെ നേടിത്തരുന്നൊരു വിഭാഗമാണിത്. ചോദ്യങ്ങളിലേക്ക് വരാം. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മുതലായ കവികളിൽ, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ശരി. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മുതലായവരിൽ എന്ന് മതി. മുതലായ കവികളിൽ എന്ന് വേണമെന്നില്ല. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവർ കവികളാണെന്നുള്ളൊരു നമുക്കറിയാതെ, അപ്പോൾ അവിടെ അത് കവികളിൽ നിന്ന് വേണമെന്നില്ല, മുതലായവരിൽ എന്ന് മതി. സന്ധ്യാനേരത്ത് നാമം ജപിക്കണം. ശരിയായിട്ടുള്ളത് സന്ധ്യയ്ക്ക് നാമം ജപിക്കണം. നേരത്തെന്നുള്ളത് വേണമെന്നില്ല. രാപകലില്ലാതെ പാടുപെട്ട് ഭഗീരഥ പ്രയത്നം നടത്തിയാണ് അനുവാദം നേടിയെടുത്തത്. ഇവിടെ ശരിയായിട്ടുള്ള പ്രയോഗം ഭഗീരഥ പ്രയത്നം നടത്തിയാണ് അനുവാദം നേടിയെടുത്തത്. രാപകലില്ലാതെ പാടുപെട്ട് അത് വേണമെന്നില്ല, അതിന് തുല്യം തന്നെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗീരഥ പ്രയത്നം നടത്തിയാണ് അനുവാദം നേടിയെടുത്തത്. അവൻ ഒരു ഇരുതലമൂരിയാണ്, 2 ഭാഗത്തും ചേരും. ഇവിടെ 2 ഭാഗത്തും ചേരുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഇരുതലമൂരി എന്ന് പറയുമ്പോൾ തന്നെ ആ 2 ഭാഗത്തും ചേരുന്നയാളെന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ ഒരു ഇരുതലമൂരിയാണെന്ന് മാത്രം മതി. ഈ അവസാന കാലത്ത് കതിരിന്മേൽ വളം വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഈ അവസാന കാലത്ത് എന്ന് പറയുക അതിൻ്റെ അർത്ഥം തന്നെയാണ് കതിരിന്മേൽ വളം വയ്ക്കുക, കാലം തെറ്റി ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അതാണ്. അപ്പോൾ അവിടെ ഈ അവസാന കാലത്ത് കതിരിന്മേൽ വളം വയ്ക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതിന് ശരിയായിട്ടുള്ള വാക്യം കതിരിന്മേൽ വളം വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ 1-2 ചോദ്യങ്ങളും കൂടിയുണ്ട്. പണ്ട് കാലത്ത് വാഹനങ്ങൾ കുറവാണ്. ഇവിടെ പണ്ട് എന്നുള്ളത് മതി, കാലത്ത് വേണമെന്നില്ല. പണ്ട് വാഹനങ്ങൾ കുറവാണ്. അയാൾ 3 പുസ്തകങ്ങൾ എഴുതി. അത് ശരിയായിട്ടുള്ളത് അയാൾ 3 പുസ്തകം എഴുതിയെന്ന് മതി. 3 നാളുകൾക്ക് മുൻപ് അവൻ പോയി. അപ്പോൾ അവിടെ നാളുകൾ വേണമെന്നില്ല, 3 നാൾ മുൻപ് അവൻ പോയി. മറ്റൊന്ന്, അയാളുടെ മകൻ ഉള്ളതെല്ലാം നശിപ്പിച്ച് ദീപാവലി കുളിച്ചു. അവിടെ ദീപാവലി കുളിക്കുമെന്നതിൻ്റെ അർത്ഥം ഉള്ളതെല്ലാം നശിപ്പിക്കുമെന്നാണ്. അയാളുടെ മകൻ ദീപാവലി കുളിച്ചു എന്ന് മതി. മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.